Hi friends, it's me Milik. Welcome to Let's Learn with Wiki. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 10th കെമിസ്ട്രി ചാപ്റ്റർ ആയ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. മിനറൽസ് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓറുകൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ എന്താണ് മെറ്റലർജി എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മെറ്റലർജി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 സ്റ്റെപ്പുകൾ ഉണ്ട്. മെറ്റലർജിയിൽ 3 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 3 മെയിൻ പ്രോസസ്സുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ പ്രോസസ് ആണ് ഇത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്നുള്ള പ്രോസസ് ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. സെക്കൻഡത്തെ പ്രോസസ് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. തേർഡത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് റിഫൈനിങ് ഓഫ് മെറ്റൽ. ഈ 3 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓഫ് ഓറിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ മെത്തേഡുകളാണ് ഉള്ളത് അതൊക്കെ എന്ത് ചെയ്തു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അപ്പൊ മെറ്റലർജിയിലെ രണ്ടാമത്തെ സ്റ്റെപ്പായ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അപ്പൊ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു ഓർ കൈ കിട്ടിയല്ലോ, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓർ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെറ്റലിനെ വേർതിരിച്ചെടുക്കണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ആ ഒരു പ്രോസസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്ത് മെറ്റലർജിയിലെ രണ്ടാമത്തെ സ്റ്റെപ്പായ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്നുള്ള ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് 2 സ്റ്റെപ്പുകളാണുള്ളത്. ഈ സ്റ്റെപ്പിൽ മെറ്റലർജിയിലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ മെയിൻ ആയിട്ട് 2 പ്രോസസ്സുകളാണുള്ളത്. ഒന്നാമത്തെ പ്രോസസ്സ് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയ കോൺസെൻട്രേറ്റഡ് ഓറിനെ എന്തായിട്ട് മാറ്റും, ഓക്സൈഡ് ആയിട്ട് മാറ്റും. മെറ്റലിനെ ഓക്സൈഡ് ആയിട്ട് മാറ്റുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ്. അതെങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ടു ഓക്സൈഡ്. അതാണ് പറയുന്നത് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ടു ഓക്സൈഡ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. അപ്പൊ ഒരു മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റിയല്ലോ, ആ മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്തു, വേർതിരിച്ചെടുക്കുകയാണ്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പായ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് എന്നുള്ള സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ടു ഓക്സൈഡ് മെയിൻ ആയിട്ട് 2 പ്രോസസ്സാണ് ചെയ്യുന്നത്. ഓക്സൈഡ് ആ ഓറിനെ മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റുന്നത് 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് കാൽസിനേഷൻ, കാൽസിനേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോസ്റ്റിംഗ്. ഈ 2 സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കാൽസിനേഷൻ പറഞ്ഞാൽ എന്താണെന്ന് ശ്രദ്ധിക്കുക. ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് യൂസ് ചെയ്യാം, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഓർ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചറിൽ, എങ്ങനെ മെൽറ്റിംഗ് പോയിന്റിനെക്കാളും, ആ ഓറിന്റെ മെൽറ്റിംഗ് പോയിന്റിനെക്കാട്ടിലും താഴ്ന്ന ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ചെയ്യുന്നത്, ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അറ്റ് ദ ആബ്സെൻസ് ഓഫ് എയർ. എന്തിന്റെ ആബ്സെൻസ് ഓഫ് എയർ, എയറിന്റെ ആബ്സെൻസിൽ, എയറിന്റെ അഭാവത്തിൽ, വായുവിന്റെ അഭാവത്തിലാണ് നമ്മളിവിടെ ചൂടാക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ്, കാൽസിനേഷനിൽ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നെന്താണ്, ഹീറ്റിംഗ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ, എയറിന്റെ അഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്. ഹീറ്റിംഗ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ, എയറിന്റെ അഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്താണ്, ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ്. എന്താണ് ആ ടെമ്പറേച്ചർ എന്തായിരിക്കും എന്ന് പറയുന്നത്, ബിലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ്, ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദ കാർബണേറ്റ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ഡീകമ്പോസ് ടു ഫോം മെറ്റൽ ഓക്സൈഡ്. ആ ഓറിലുള്ള കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും എന്ത് ചെയ്യുന്ന പറയുന്നത്, ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്നതാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നോക്കിയാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഡോളോമൈറ്റ് എടുക്കുക. ഡോളോമൈറ്റ് പറയുന്നത് മാഗ്നീഷ്യത്തിന്റെ ഓർ ആണ്. അപ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല പറയുന്നത് CaCO3 MgCO3 ആണ്. CaCO3 MgCO3 ആണ് ഡോളോമൈറ്റിന്റെ കെമിക്കൽ ഫോർമുല. അതിനെ നമ്മൾ എന്ത് ചെയ്തു, കാൽസിനേഷൻ ചെയ്യുക പറയുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്, ഈ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റിനെക്കാളും എന്ത് ചെയ്യുക, കുറവ് ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്തു, എയറിന്റെ ആബ്സെൻസിൽ ചൂടാക്കുന്നു. വായുവിന്റെ അഭാവത്തിൽ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഭവം ഡീകമ്പോസ് ചെയ്തിട്ട് CaO കാൽഷ്യം ഓക്സൈഡ് പ്ലസ് മെഗ്നീഷ്യം ഓക്സൈഡ് MgO മെറ്റലിനെ എന്ത് ചെയ്തു, ഓക്സൈഡ് ആയിട്ട് മാറി. CaO പ്ലസ് MgO മെഗ്നീഷ്യത്തിന്റെ എന്തായിട്ട് മാറി, ഓക്സൈഡ് ആയിട്ട് മാറി. അതുകൂടാതെ എന്ത് ചെയ്തു, ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ കാൽഷ്യം ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്തു, ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുക, കാൽസിനേഷൻ എന്ന് പറയും. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്, കാൽസിനേഷൻ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് റോസ്റ്റിംഗ്. അപ്പൊ റോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. റോസ്റ്റിംഗ്, ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ എയർ കറന്റ്. ഇവിടെ എന്താണ്, ഇൻ എയർ കറന്റ് പറഞ്ഞത്, ഇൻ എയർ കറന്റ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ്. ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റിനെക്കാളും ചൂട്ടിലാണ്. പക്ഷെ എന്താണെന്ന് ഇവിടെ ഒരു ഡിഫറൻസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയർ കറന്റ് ഇതിന്റെ ആ ഓറിലൂടെ, കോൺസെൻട്രേറ്റഡ് ഓറിലൂടെ കടത്തി വിടുന്നുണ്ട്.
അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടിയ ഓറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ കറന്റ് എന്ത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റോസ്റ്റിംഗിൽ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് എയർ. അപ്പൊ എയറിന്റെ പ്രസൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആ മെറ്റലിലെ ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ എന്ത് ചെയ്ത് ഹീറ്റ് ചെയ്യുന്നത് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ. ടെമ്പറേച്ചർ എങ്ങനെയാണ്, മെൽറ്റിംഗ് പോയിന്റ് ബിലോ ആണ്. അറ്റ് എ ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ചൂടിൽ ഒരു ടെമ്പറേച്ചർ തന്നെ നമ്മൾ ചൂടാക്കുന്നത് എങ്ങനെ, പ്രസൻസ് ഓഫ് എയറിന്റെ പ്രസൻസിലാണ് ചൂടാക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ ദ കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് റിമൂവ്ഡ് ആസ് വേപ്പർ. അപ്പൊ ആ കോൺസെൻട്രേറ്റഡ് ഓറിൽ എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അത് വേപ്പർ ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. വേപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. കൂടാതെ ദ സൾഫൈഡ് ഇൻ ദ ഓർ കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്സ്. എങ്ങനെ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫൈഡ്, ഇപ്പൊ നമുക്ക് ആ ഓറിൽ സൾഫൈഡ് ഉണ്ട്, സൾഫൈഡ് കണ്ടന്റ് ഉള്ള ഓറാണ്. സോ അത് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ എയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ കണ്ടന്റ്, എയറിൽ എന്ത് ഉണ്ടാവും, ഓക്സിജൻ കണ്ടന്റ് ഉണ്ടാവും. ആ സൾഫൈഡ് ഈ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് അത് റിമൂവ് ചെയ്തു. ആ സൾഫൈഡ് എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കളയാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ സൾഫൈഡ് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ സൾഫർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്തു, അതും ഓക്സിജനുമായിട്ട് എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്ത് റോസ്റ്റിംഗ് ഉള്ള പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ CU2S എന്നുള്ള കാൽഷ്യം സൾഫർ, കാൽഷ്യത്തിന്റെ ഒരു സൾഫർ കണ്ടന്റ് ഉള്ള ഒരു ഓറാണ് ഇവിടെ ഉള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടത് എയറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്തു, ഹീറ്റ് ചെയ്യണം. എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൾഫറും ഓക്സിജനോട് കമ്പൈൻ ചെയ്ത് SO2 ആയിട്ട് മാറും. സൾഫറും ഓക്സിജനോട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, SO2 ആയിട്ട് മാറും. കൂടാതെ എന്ത് ചെയ്തു, ഈ കോപ്പറും ഓക്സിജനും കൂടെ ചേർന്നത് Cu2O, അങ്ങനെ മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവും. അങ്ങനെ ഒരു മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയാ, റോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സൾഫറിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തെടുക്കുന്നത്. റോസ്റ്റിംഗിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, സൾഫർ ഓറിനെ നമ്മൾ എന്ത് ചെയ്ത് മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറ്റുന്നത്. അപ്പൊ ഇനി അടുത്തത് പറയാനുള്ളത് റിഡക്ഷൻ ഓഫ് ഓക്സിജൻ ആണ് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇവിടെ എന്താണ് റിഡക്ഷനിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഈ മെറ്റൽ ഓക്സൈഡ് നമ്മൾ ഈ മെറ്റലിനെ മാത്രം എന്ത് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. മെറ്റൽ ഓക്സൈഡിനെ ഈ മെറ്റലിനെ കോപ്പർ എന്നുള്ള മെറ്റലിനെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് എന്നുള്ള ഈ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് അടുത്ത് നോക്കാം. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്, ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓക്സൈഡ് ഈസ് റിഡക്ഷൻ. അപ്പൊ ഈ നമുക്ക് മെറ്റൽ ഓക്സൈഡ് കിട്ടിയിട്ടുണ്ട്. ആ മെറ്റൽ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മെറ്റലിനെ മാത്രം വേർതിരിച്ചെടുക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, റിഡക്ഷൻ എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആസ് റെഡ്യൂസിംഗ് ഏജന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ. ഇപ്പൊ ഒരു മെറ്റലിലെ നമുക്ക് വേർതിരിച്ചെടുക്കേണ്ട ആ മെറ്റലിന്റെ അല്ലെങ്കിൽ ആ മെറ്റൽ ഓക്സൈഡിന്റെ റിയാക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാർബൺ മോണോക്സൈഡ് ഇലക്ട്രിസിറ്റി ഇവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. കാർബൺ മോണോക്സൈഡ് ഇലക്ട്രിസിറ്റി ഈ മൂന്നെണ്ണമാണ് നമ്മൾ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിന്റെ ബേസിസിലാണ് അങ്ങനെ എടുക്കുന്നത് ചോദിച്ചാൽ ഈ റിയാക്ടിവിറ്റി നമുക്ക് ആ വേർതിരിച്ചെടുക്കുന്ന ആ മെറ്റലിന്റെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള ഏതെങ്കിലും മെറ്റലാണ് നമുക്ക് വേണ്ടത് വെച്ചോ. അപ്പൊ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കാർബണൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ മെറ്റലും ആ കാർബണായിട്ട് റിയാക്ട് ചെയ്തിട്ട് വേറെ കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസസ് എന്താണ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മെറ്റൽസിലേക്ക് എന്ത് ചെയ്യും ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ലൈക്ക് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആസ് റെഡ്യൂസിംഗ് ഏജന്റ്. അപ്പൊ ഈ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം പോലുള്ള ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ, റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ ഏതൊക്കെ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇങ്ങനെയുള്ള മെറ്റൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്ട്രാക്ഷൻ സമയത്ത് അല്ലെങ്കിൽ റിഡക്ഷൻ സമയത്ത് നമ്മൾ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുക, ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന്റെ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യില്ല, റിയാക്ഷൻ നടക്കില്ല. ഇപ്പൊ സോഡിയം കാർബണേറ്റ് എന്തില്ല റിയാക്ഷൻ, അങ്ങനെ കാർബൺ മോണോക്സൈഡ് എന്തില്ല റിയാക്ഷൻ നടക്കാനുള്ള ചാൻസസ് എന്തായിരിക്കും, കമ്മിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുക, റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ റിഡക്ഷൻ എങ്ങനെ നടക്കണമെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഒരു മെറ്റൽ ഓക്സൈഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ, ഒരു മെറ്റൽ ഓക്സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മെറ്റൽ ഓക്സൈഡിനെ ഡിനോട്ട് ചെയ്യാൻ ഇവിടെ MO എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. M എടുത്ത്
എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിച്ച് കിട്ടേണ്ട മെറ്റലാണ് എം. ഓ പറയുന്നത് ഓക്സൈഡ്, ഓക്സൈഡ് മെറ്റൽ ഓക്സൈഡ്, ഓക്സിജൻ ആണ് ഓ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ മെറ്റൽ ഓക്സൈഡ്, ഈ മെറ്റൽ ഓക്സൈഡിലേക്ക് നമ്മൾ കാർബൺ ആഡ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യും. മെറ്റൽ ഓക്സൈഡിലേക്ക് കാർബൺ ആഡ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാണ് വെച്ചത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റലിനെ എങ്ങനെയാണ് വേർതിരിച്ച് കിട്ടുക വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എന്താണ് കാർബൺ ആണ് ആഡ് ചെയ്യുന്നത്. സി കാർബൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ മെറ്റൽ മാത്രമായിട്ട് എന്ത് ചെയ്യും, മെറ്റൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. കൂടാതെ അതിലൂടെ എന്ത് ചെയ്യും, കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും. മെറ്റൽ മാത്രമായിട്ട് വേർതിരിച്ച് കിട്ടും. ഈ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആവും, CO ആയിട്ട് മാറും. അതുകൂടാതെ മെറ്റൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഇവിടെ കാർബൺ യൂസ് ചെയ്യുമ്പോൾ റിഡക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഇനി കാർബൺ മോണോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചോ, റെഡ്യൂസിംഗ് ഏജന്റ് നമ്മൾ കാർബൺ മോണോക്സൈഡ് ആണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഇതേ തന്നെ സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ ഓക്സൈഡ് ഉണ്ട്, അതിന്റെ കൂടെ കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുന്നത്, CO ആഡ് ചെയ്യണേ. കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മെറ്റൽ മാത്രമായിട്ട് കിട്ടും. മെറ്റൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഈ ഓക്സിജനും കാർബൺ മോണോക്സൈഡോടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് മാറും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. മെറ്റലിലെ ഓക്സിജൻ കാർബൺ മോണോക്സൈഡും കൂടെ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, മെറ്റൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്തു മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ റിഡക്ഷനിലൂടെ എന്ത് ചെയ്തിട്ട് നമുക്ക് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള സെപ്പറേഷൻ നമ്മൾ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ, ആ ഓക്സിജൻ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. ഇനി അടുത്തത് പറയാനുള്ളതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അടുത്ത ടോപ്പിക് ആണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പൊ ആ ഒരു ടോപ്പിക് കുറച്ചും കൂടെ ലെങ്ത് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതുകൂടെ ആഡ് ചെയ്തതിന് ഈ വീഡിയോന്റെ ലെങ്ത് കുറച്ച് കൂടും. അപ്പൊ അതുകൊണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇത്ര ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.